ന്യൂയോർക്കിലെ അൽബാനിയിൽ നിന്ന് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ന്യൂയോർക്ക് സ്റ്റേറ്റ് ക്യാപിറ്റൽ കെട്ടിടം തകർത്ത് രക്തക്കളമാക്കാൻ ഒരു യുവതിയുടെ ഭയാനകമായ ഗൂഢാലോചന. 35-കാരിയായ ജെസ്സിക്ക ബോവിയാണ് ഈ ക്രൂരമായ പദ്ധതിയുടെ ആസൂത്രകയെന്നാരോപിച്ച് എഫ്ബിഐയുടെ പിടിയിലായിരിക്കുന്നത്. ഭയാനകമായ വെളിപ്പെടുത്തലുകൾ. ഐസിസിന്റെ തണലിൽ ഭീകരസംഘടനയായ ഐഎസിനോട് കൂറ് പ്രഖ്യാപിച്ച ഇവർ തങ്ങളുടെ വിനാശകരമായ പദ്ധതിക്കായി സോഷ്യൽ മീഡിയ വഴി മാരകമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തെ വാഴ്ത്തിപ്പാടിയ ഇവർ ദൈവത്തിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ചുവെന്ന് എഫ്ബിഐ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആസൂത്രിതമായ നീക്കം. അൽബാനിയയിലെ ക്യാപിറ്റൽ കെട്ടിടത്തെ ലക്ഷ്യമിട്ട് നിരവധി തവണ ഇവർ രഹസ്യമായി നിരീക്ഷണം നടത്തി. സെനറ്റർമാർ സമ്മേളിക്കുന്ന ദിവസം തിരഞ്ഞുപിടിച്ച് വലിയ സ്ഫോടനം നടത്തി അവരെ വധിക്കാനും കെട്ടിടം നിലംപരിശാക്കാനും ഇവർ പദ്ധതിയിട്ടിരുന്നു. എഫ്ബിഐയുടെ തകർപ്പൻ നീക്കം. ബോവിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച എഫ്ബിഐ വേഷപ്രച്ഛന്നരായ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഭീകരവാദികളായി അവതരിപ്പിച്ച് ഇവരുമായി ബന്ധപ്പെട്ടു. ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ വാങ്ങാൻ $200 കൈമാറിയതുൾപ്പെടെയുള്ള സ്റ്റാങ് ഓപ്പറേഷനിലൂടെയാണ് ഇവർ വലയിലായത്. അറസ്റ്റ്. ഒടുവിൽ താൻ വാങ്ങിയ ബോംബ് കൈക്കലാക്കി ആക്രമണത്തിന് പുറപ്പെട്ട നിമിഷം ക്യാപിറ്റോളിന് സമീപത്തുവെച്ച് എഫ്ബിഐ സംഘം ഇവരെ വളഞ്ഞിട്ട് പിടികൂടി. താൻ പിടിക്കപ്പെട്ടുവെന്നും ഇനി ജയിൽവാസം മാത്രമാണ് മുന്നിലുള്ളതെന്നും അവർ കുറ്റസമ്മതം നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് CBS ന്യൂസ് അല്ലെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റ് പോലുള്ള വാർത്താമാധ്യമങ്ങളുടെ ഔദ്യോഗിക സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നാടിനെ നടുക്കിയ ഈ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ഔദ്യോഗിക നടപടികൾ തുടരുകയാണ്.